തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് പാറക്കടവ് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം. അതിപുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ ക്ഷേത്രം ചാലക്കുടി പുഴയുടെ തീരത്താണ്. 108 ദിവ്യദേശങ്ങളിൽ 13 ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ്. അതിൽ ഒരു തിരുപ്പതിയാണ് ഈ ക്ഷേത്രം. കർക്കിടക മാസത്തിൽ ദർശനം നടത്തി വരുന്ന 4 അമ്പലങ്ങളിൽ ലക്ഷ്മണഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചു വന്നിരുന്ന ശ്രീരാമഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ കൃഷ്ണശിലാവിഗ്രഹങ്ങൾ ദ്വാരക മുങ്ങിയപ്പോൾ സമുദ്രത്തിൽ ഒഴുകി നടന്നു. ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിന് സമീപത്തു വെച്ച് മുക്കുവർക്ക് ലഭിച്ചു. തുടർന്ന് പ്രശ്നവിധി പ്രകാരം വാക്കയിൽ കൈമൾ എന്ന പ്രമാണിയുടെ നേതൃത്വത്തിൽ ശ്രീരാമ വിഗ്രഹം തൃപ്രയാറിലും ഭരത വിഗ്രഹം ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണ വിഗ്രഹം മൂഴിക്കുളത്തും ശത്രുഘ്ന വിഗ്രഹം പായിമ്മലും പ്രതിഷ്ഠിക്കപ്പെട്ടു. നിബിഡവനമായിരുന്ന ഈ പ്രദേശത്ത് പണ്ട് ഹരിത മഹർഷി വളരെ കാലം മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. സംപ്രീതനായ ഭഗവാൻ മഹർഷിക്ക് ദർശനം നൽകി. ഒപ്പം വേദങ്ങളുടെ സാരോ ഉപദേശ രൂപത്തിൽ അരുളി. തിരുമൊഴി ഉണ്ടായ കളം പിന്നീട് തിരുമൂഴിക്കുളം ആയി മാറി. മൊഴി എന്നാൽ വേദം എന്നും കളം എന്നാൽ സ്ഥലം എന്നും അർത്ഥമുണ്ട്. ഈ ക്ഷേത്രത്തിൽ വെച്ച് എടുത്തിരുന്ന ക്ഷേത്ര സംബന്ധമായ തീരുമാനങ്ങൾ കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളും അംഗീകരിച്ചിരുന്നു. മൂഴിക്കുളം കച്ചം എന്ന പേരിലറിയപ്പെടുന്ന ഈ നിയമാവലി കേരളം മുഴുവൻ അംഗീകരിച്ചിരുന്നു. ചേര ഭരണകാലത്ത് ഭരണ സംവിധാനത്തിന് 4 തളികളായി വിഭജിച്ചിരുന്നു. തിരുവനന്തപുരം, തിരുവല്ല, മൂഴിക്കുളം, കാന്തല്ലൂർ എന്നിവയാണിവ. എന്നാൽ ഈ 4 തളികളിലും മേൽത്തളി എന്ന പ്രാമുഖ്യം കൊണ്ട് ഇവിടുത്തെ ദേവന് മാത്രം ചക്രവർത്തി പദതുല്യമായ പെരുമാൾ എന്നും സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് മൂഴിക്കുളം ശാല. ബ്രാഹ്മണ ബാലന്മാർക്ക് വേദം പഠിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ശാലകൾ. കേരളത്തിൽ ക്ഷേത്രങ്ങൾക്ക് സമീപത്തായി അനേകം ശാലകളുണ്ടെങ്കിലും മൂഴിക്കുളം ശാലക്കായിരുന്നു പ്രഥമ സ്ഥാനം. അന്നത്തെ ശാലകളാണ് ഇന്ന് സർവകലാശാലകളായി മാറിയത്. പൂർണ്ണ നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റി ശാലയും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കഴിഞ്ഞുകൂടുവാൻ വിസ്തൃതമായ നെൽപ്പാടങ്ങളും ഉണ്ടായിരുന്നു. പുഴയുടെ തീരത്ത് പഠിക്കുവാൻ ശാലയും താമസിക്കുവാൻ കുടികളും ഉണ്ടായിരുന്നത് കൊണ്ട് ശാലക്കുടി പിന്നീട് ചാലക്കുടിയും പുഴയ്ക്ക് ചാലക്കുടി പുഴയെന്നും പേരു വന്നു. നമ്മാഴ്വാർ, കുലശേഖര ആഴ്വാർ, തിരുമങ്കൈ ആഴ്വാർ എന്നിവർ തിരുമൂഴിക്കുളത്തപ്പനെ സ്തുതിച്ച് പതികങ്ങൾ പാടിയിട്ടുണ്ട്. ഇന്നും തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം വൈഷ്ണവ ഭക്തന്മാർ ഇവിടെ ദർശനത്തിനായി എത്താറുണ്ട്. തമിഴ് ഭക്തന്മാർ ഭഗവാന് ശ്രീസുക്തനാഥർ പെരുമാൾ എന്നും ദേവിക്ക് മധുരവേണി തായാർ എന്നും നാമത്തിൽ സ്തുതിക്കുന്നു. കിഴക്കേ ഗോപുരം കടന്ന് ആനപ്പന്തൽ, വലിയ ബലിക്കല്ല്, വലിയമ്പലം ഇവ കടന്ന് അകത്ത് പ്രവേശിച്ചാൽ നമസ്കാര മണ്ഡപം. 2 നിലയിൽ ചെമ്പുമേഞ്ഞ വട്ടശ്രീ കോവിലാണ് ഇവിടെ.
പുറത്ത് ലക്ഷണമൊത്ത ഒരു കൂത്തമ്പലം കാണാം. വടക്ക് കിഴക്ക് ഭാഗത്ത് ഗോശാല കൃഷ്ണൻ. പടിഞ്ഞാറ് ഗോപുരത്തിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ചാലക്കുടി പുഴയുടെ കടവിലെത്താം. 5 ഏക്കറോളം വിസ്തൃതിയുള്ളതാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ആലുവയിൽ നിന്ന് 16 കിലോമീറ്ററും അങ്കമാലിയിൽ നിന്ന് 10 കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.